പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എല്ലാവരും സുഖമായും സൗഖ്യമായും ക്ഷേമത്തോടെയും സമാധാനത്തോടെയും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. ഒരു കാര്യം ഓർക്കണം, മാരേജ് എന്ന് പറഞ്ഞാൽ ഒരു കാർണൽ പ്ലാറ്റ്ഫോമിന് കഴിഞ്ഞുമൊക്കെ വലുതായൊരു സംഗതിയാണ്. ഒരു മാൻമെയ്ഡ് കോൺട്രാക്റ്റോ മാൻമെയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ല മാരേജ്. മാരേജ് എന്ന് പറഞ്ഞാൽ അത് ഗോഡ് ഓർഡെയിൻഡ് കവനൻ്റാണ്. മനുഷ്യനും ദൈവവും തമ്മിൽ. അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയാം, മാരേജ് ഈസ് എ ഗോഡ് ഓർഡെയിൻഡ് കവനൻറ്റ് ബിറ്റ്വീൻ ഗോഡ്, മാൻ ആൻഡ് വിമൻ. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ എവ്രി ഇൻട്രിക്കേറ്റ് ഡീറ്റെയിൽ, എവ്രി മൈന്യൂട്ട് ഡീറ്റെയിൽ അതിനെപ്പോലും ദൈവം ഓർക്കുകയും ദൈവം അതേപ്പറ്റി കൺസേൺഡുമാകട്ടോ. അതുകൊണ്ട് നമ്മുടെ ഹൃദയം മുഴുവനും നമുക്ക് ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്ത് കൊടുക്കാം. തീർച്ചയായും അവൻ നമ്മുടെ കുടുംബജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യുക തന്നെ ചെയ്യും. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു വാക്യം ഓർമ്മയിൽ വെക്ക്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, 1ഉം 2ഉം കൂടെ ചേർത്ത് ഞാൻ പറയാം. ആകയാൽ പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. സ്നേഹത്തിൽ നടക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ മാരേജിൻ്റെ ഫൗണ്ടേഷനും ഫ്രെയിം വർക്കും സ്നേഹമായിരിക്കട്ടെ. ഞാൻ പറയട്ടെ, കൃപ, സമാധാനം, പരിജ്ഞാനം, പേഷ്യൻസ് ഇതെല്ലാം നമ്മുടെ കുടുംബത്തിനകത്ത് ഒഴുകേണ്ട കാര്യമാണ്. നമ്മുടെ കൂട്ടാളിയുടെ ഹൃദയത്തിൽ കരുണയും സ്നേഹവും ജ്ഞാനവും സമാധാനവും ഗ്രേസും വരത്തക്കവണ്ണം സംഗതികളെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മുടെ വാക്കുകളും നമ്മുടെ ആക്ഷൻസും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ തിരിച്ചറിവ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ടും നിറഞ്ഞിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഇതിലൊന്നും പെർഫെക്റ്റ് അല്ല. എൻ്റെയും കുറവുകൾ ഓരോന്നും മനസ്സിലാക്കിക്കൊണ്ട്, അതും ദൈനംദിന ജീവിതത്തിൽ. കാരണം കുടുംബജീവിതം എന്ന് പറയുമ്പം ഓരോ ദിവസവും ജീവിക്കുകയാണല്ലോ. ഇന്നലത്തെ അനുഭവങ്ങളായിരിക്കത്തില്ല ഇന്നത്തെ അനുഭവങ്ങൾ. പ്രത്യേകിച്ച് അനേക ശുശ്രൂഷ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നമ്മൾ ട്രാവലിങ്ങിലായിരിക്കുമ്പോൾ ഒക്കെ പല കാര്യങ്ങളിലും നമ്മുടെ ഉള്ളിൽ പകർന്നിട്ടുള്ള ദൈവകൃപയെ ചോർത്തിക്കളവാൻ തക്കോണം നമ്മുടെ കുടുംബജീവിതത്തിനകത്ത് ശത്രു പ്രവർത്തിക്കും. പക്ഷേ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് എവറി ആസ്പെക്റ്റ് നാം ദൈവകരങ്ങളിൽ അങ്ങ് സമർപ്പിക്കണം. കാരണം നമ്മുടെ കുടുംബജീവിതം ഇറ്റ് ബിലോങ്സ് ടു ഗോഡ്. നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ അതിനകത്തുനിന്ന് ഉളവായി വരുന്ന ആ ഫ്രൂട്ടുണ്ടല്ലോ, അത് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ഹൃദയവും ദൈവത്തിൻ്റെ ക്യാരക്ടറുമായിരിക്കണം. അത് പ്രൈവറ്റിലാണെങ്കിലും അത് പബ്ലിക്കിലാണെങ്കിലും. ചൂസ് ടു സറണ്ടർ ടു ദ ട്രൂ ആൻഡ് ലിവിങ് കിങ് ആൻഡ് ലെറ്റ് യുവർ മാരേജ് റിഫ്ലക്റ്റ് ക്രൈസ്റ്റ് ഇൻ എവറി സീസൺ ഓഫ് യുവർ ലൈഫ്. പറ്റുമോ? മുറിവുകളുണ്ടാകും, വേദനയുണ്ടാകും, കുറ്റപ്പെടുത്തലുകളുണ്ടാകും, കഴിഞ്ഞ കാലങ്ങളിലെ ചില കയ്പുകൾ അത് നമ്മെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ മണ്ണ് അങ്ങ് ഹാർഡൻ ചെയ്യും. അപ്പോൾ ഒന്ന് ക്ഷമിച്ചു കൊടുക്കാനായിട്ട് പറ്റുമോ? ചൂസ് ടു ഫോർഗീവ്. ചൂസ് ടു ക്രിയേറ്റ് ആൻ എൻവയൺമെൻറ്റ് ഓഫ് പീസ്. ചൂസ് ടു ക്രിയേറ്റ് ആൻ എൻവയൺമെൻറ്റ് ഓഫ് ഫോർഗീവ്നെസ്. ചൂസ് ടു ക്രിയേറ്റ് ആൻ എൻവയൺമെൻറ്റ് ഓഫ് ലവ്. ഞാൻ തന്നെ ഓർക്കുക,
ഇതൊക്കെ പറയാൻ നല്ല എളുപ്പമാണ്. പക്ഷേ ദൈവമക്കളെ, കർത്താവിനോട് ചോദിച്ചിട്ട്, കർത്താവേ കൃപ തരണമേ, കൃപ തരണമേ. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു ബ്രേക്ക് ത്രൂ വരണമെന്ന് നമുക്ക് ആഗ്രഹിക്കും. ഞാനും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ശുശ്രൂഷയുടെ ഒരു അടുത്ത തലത്തിലേക്ക് നീ കരം പിടിച്ച് നടത്തണമേ എന്ന്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ബിറ്റർനെസ് ഉണ്ടല്ലോ, ബിറ്റർനെസ് ബ്ലോക്സ് ബ്രേക്ക് ത്രൂസ്. അതെൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. കുറ്റബോധവും ബിറ്റർനെസ്സും ഒക്കെ വരുമ്പോൾ നമ്മുടെ ഹൃദയം അങ്ങ് പൊള്യൂട്ടഡ് ആവുക. എന്നിട്ട് ദൈവത്തിൻ്റെ സമാധാനം നമ്മിലേക്ക് ഒഴുകി വരാതെ വണ്ണം നമ്മുടെ ഹൃദയത്തിൻ്റെ ബോർഡറിനെ എല്ലാം അതങ്ങ് ബ്ലോക്ക് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ബിറ്റർനെസ് വന്നിട്ട് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഹൃദയഭാഗത്ത് വന്നങ്ങ് സെറ്റിൽ ചെയ്യും. അപ്പം ദൈവത്തിൻ്റെ കോൺസ്റ്റൻ്റായിട്ടുള്ള നല്ലതായിട്ടുള്ള ആ ഗോഡ്ലി കമ്മ്യൂണിക്കേഷൻ കുഞ്ഞെ നീയും നിൻ്റെ കൂട്ടാളിയുമായിട്ടുള്ളതുണ്ടല്ലോ, അതങ്ങ് നിന്നു പോകും, കുറഞ്ഞു പോകും. നമ്മുടെ മാരിറ്റൽ കവനൻറ്റിനെ ബിറ്റർനെസ് പെർവേർട്ട് ചെയ്യും. നമ്മുടെ ഹൃദയത്തെ അത് ഹാർഡൻ ചെയ്യും. ഇഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ജീവിതത്തിൽ നടക്കാതെ കൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്യും. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ മറന്നു പോകരുത്. കയ്പ് ഹൃദയത്തിൽ വന്നാൽ ബ്രേക്ക് ത്രൂസിനെ അത് ബ്ലോക്ക് ചെയ്തിട്ട് നമ്മുടെ ആ റിലേഷൻഷിപ്പിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, ആ പൊട്ടൻഷ്യലിനെ അങ്ങ് ലിമിറ്റ് ചെയ്യും. നമ്മളെ പഴയകാല കാര്യങ്ങളെല്ലാം അത് പൊക്കി ഓർമ്മിപ്പിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ക്ഷമിക്കുക, മുന്നോട്ട് പോവുക. ഫോർഗീവ് ഫ്രീലി, ഫോർഗീവ് ഫ്രീക്വൻ്റ്ലി. അങ്ങനെ കൂട്ടാളിയോട് നാം ക്ഷമിച്ച് കഴിയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ ബോണ്ടേജസിൽ നിന്നെല്ലാം അത് നമ്മെ പുറത്തു കൊണ്ടുവരും. ബ്രേക്ക് ത്രൂവിനുള്ള അറ്റ്മോസ്ഫിയർ ഫോർഗീവ്നെസ് തിരിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത് തരും. അങ്ങനെ ഹൃദയത്തിൻ്റെ ആ മണ്ണുണ്ടല്ലോ, അത് ബന്ധനത്തിൽ നിന്നും വേദനയിൽ നിന്നും മുറിവുകളിൽ നിന്നും കഴിഞ്ഞ കാലങ്ങളിലെ പല പല വിഷയങ്ങളിൽ നിന്നും നമ്മളെ പുറത്തു കൊണ്ടുവരും. നമ്മെ ഹീൽ ചെയ്യും. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മിൽ പ്രവർത്തിക്കുവാൻ ദൈവം ഇടം കണ്ടെത്തുകയും ചെയ്യും. അതുകൊണ്ട് സ്നേഹത്തിൽ നടക്കുക. ദൈവം തന്നെ ഒന്ന് റീറൈറ്റ് ചെയ്യട്ടെ. നമ്മൾ കുറിവാക്യമായിട്ട് പറഞ്ഞ ആ എഫേസ്യർ 5:2 ഉണ്ടല്ലോ, ദൈവത്തിന് സൗരഭ്യവാസന പരത്തുന്നവരായിട്ട് നമ്മുടെ എല്ലാ യാഗവും നമ്മുടെ വഴിപാടുകളും ഒക്കെ ദൈവത്തിന് സൗരഭ്യവാസനയായി തീരണമെങ്കിൽ നാം സ്നേഹത്തിൽ നടന്നേ പറ്റൂ. സെൽഫ്ലെസ്നെസ് ഹാസ് എ ഫ്രാഗ്നൻസ്. ഒരു ഫ്രാഗ്നൻസ് ഉണ്ടെന്നേ അതിന്, ഒരു സുഗന്ധം അതിനുണ്ട്. എന്തുവാ? നമ്മുടെ വിവാഹ ജീവിതത്തിൽ നിന്ന് വരുന്ന സുഗന്ധം. മാരേജ് ഈസ് സെൽഫ്ലെസ് ആണോ? ദൈവികമായിട്ടുള്ള മാരേജിൽ നിന്ന് എപ്പോഴും പോകുന്ന ആ സ്വീറ്റ് ഫ്രാഗ്രൻസ് ദൈവത്തിന് പ്ലീസിങ്ങാണ്. അതുകൊണ്ട് അവൻ്റെ സ്നേഹത്തെ റിഫ്ലക്റ്റ് ചെയ്യണം. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ആസ്പെക്റ്റിലെ ആ ക്യാരക്ടറിലും ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ പാറ്റേൺ തന്നെ, നമ്മുടെ കുടുംബജീവിതത്തിലെ നമ്മുടെ ആ സ്വഭാവങ്ങൾ തന്നെ ദൈവത്തിന് പ്രസാദമുള്ളതായി തീരണം. സ്നേഹത്താൽ നിറയപ്പെട്ട ഒരു ജീവിതം നാം ലീഡ് ചെയ്യണം. യേശു കർത്താവിൻ്റെ എക്സാമ്പിൾ ഫോളോ ചെയ്യുവാൻ നമുക്ക് കഴിയണം. അവൻ നമ്മെ സ്നേഹിച്ചു, അല്ലേ? അവൻ തന്നെ നമുക്കൊരു യാഗമായിട്ട് തീർന്നു. എന്നിട്ട് ആ യാഗം സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദവുമായിരുന്നു, അല്ലേ? അപ്പോൾ കർത്താവിനോട് പറയുന്ന രാവിലെ, കർത്താവേ, എൻ്റെ മാരേജ് ലൈഫിലെ എല്ലാ ആസ്പെക്ട്സിനെയും ഒന്ന് റീറൈറ്റ് ചെയ്യണമേ. നിൻ്റെ ഹൃദയം ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് ദൈവം ഹൃദയത്തിലേക്കൊന്ന് ബ്രീത്ത് ചെയ്യട്ടെ. എന്നിട്ട് നമ്മുടെ ഫാമിലിയുടെ ഫൗണ്ടേഷനെ ഒന്ന് ഉറപ്പിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ മാരേജിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബജീവിതത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മൾ ഹൃദയപൂർവ്വം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ സഹായിക്കുകയും നമ്മുടെ ഫാമിലിക്ക് ഒരു ന്യൂ ജനറേഷണൽ ബ്ലഡ് ലൈൻ യേശുവിൻ്റെ നാമത്തിൽ ദൈവം നമുക്ക് തരികയും ചെയ്യും. യേശു കർത്താവ് നമ്മുടെ രക്ഷകനായിട്ടിരിക്കട്ടെ. യേശു കർത്താവ് നമ്മിൽ കൂടെ ജീവിക്കട്ടെ. അതുകൊണ്ട് ദൈവപൈതലേ, ഇന്ന് രാവിലെ
ഫാദർ വി ഗിവ് അവർ മാരേജ് ടു യു. എവിടെയെങ്കിലുമൊക്കെ അസ്വസ്ഥതകളുണ്ടെങ്കിൽ കർത്താവിനോട് പറ, കർത്താവെ റീറൈറ്റ് അവർ സ്റ്റോറി. ലോർഡ് റീറൈറ്റ് അവർ മാരേജ് and let our lives give you glory. Father, lead us. Father, strengthen us എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മിൽ പ്രസാദിക്കും, സ്വർഗം നമ്മിൽ പ്രസാദിക്കും. അതിന് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കും ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കൃപയിൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങളിൽ നിന്ന് ഒഴുകട്ടെ കർത്താവേ. എല്ലാ ബിറ്റർനെസ്സും ഞങ്ങളിൽ നിന്ന് മാറിപ്പോട്ടെ. ബിറ്റർനെസ് ബ്രേക്ക് ത്രൂസിനെ ബ്ലോക്ക് ചെയ്യുമല്ലോ. അങ്ങനെ വരാതെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ഭംഗിയായി സൂക്ഷിപ്പാൻ, ഭയഭക്തിയിൽ സൂക്ഷിപ്പാൻ, വിശുദ്ധിയിൽ സൂക്ഷിപ്പാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ടാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.